ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ തായ്ലൻഡ് സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാ പ്രാവശ്യം തന്നെയാണല്ലേ പറയുക, പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ. സീരിയസ്ലി നമ്മളിനി കണ്ടിന്യൂസ്ലി തായ്ലൻഡ് വീഡിയോസൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അടിപൊളി ഹോട്ടലാണ്, നല്ല വൈബാണ് ഇവിടെ. ഇന്ന് ഞങ്ങൾ തായ്ലൻഡിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമുക്ക് വരുന്നത് ഐലൻഡ് ടൂറാണ്. അപ്പോൾ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6:30 മുതൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു 7 o'clock ഒക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. മോന് ഫുഡ് കഴിക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നേരത്തെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വന്നു, നേരെ റൂം നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി പെട്ടെന്ന് പോയിട്ട് തന്നെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബ്രെഡ് ഐറ്റംസ് ആണ് കൂടുതലും, പിന്നെ ബൊഫേ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം. ആദ്യം എന്തൊക്കെയുള്ളത് നോക്കാം, എന്നിട്ട് ആവശ്യമുള്ളത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് നോക്കുകയാണ്. കൂടുതലും ഫ്രൂട്ട്സും സലാഡും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കൺട്രികളിൽ നിന്ന് ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകൾ തന്നെയായിരുന്നു ഇവിടെ ഉള്ളത്. സോസേജ്, എഗ്ഗ്, അതുപോലെ തന്നെ ന്യൂഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം നോക്കുകയാണ്, കാരണം ഇവിടെ കൂടുതലും പോർക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ പോർക്ക് കഴിക്കില്ലല്ലോ. അപ്പോൾ ചിക്കനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ എടുത്തു. എമിക്കുട്ടിക്ക് നൂഡിൽസും മക്രോണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് നേരെ ലോബിയിൽ വന്നിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരുമെന്ന് പറഞ്ഞ് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾക്ക് അറിയില്ല ആരാണ് വരിക പിക്ക് ചെയ്യാനെന്നുള്ളത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാത്രമായിരുന്നില്ല, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു ഇവിടെ ഇതുപോലെ ഇങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജൻസിയിൽ തന്നെ ബുക്ക് ചെയ്തതുകൊണ്ട് അവരുടെ വണ്ടി വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വന്നു, ഞങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഏജൻസിൻ്റെ ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1 hour ജേർണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഐലൻഡൊക്കെ കാണാനായിട്ട് ബോട്ടിൽ പോകുക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തി. നമുക്കിവിടെ ഇതിൻ്റെ കൂടെ ഫുഡുണ്ട്, വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഭയങ്കര ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചും അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അങ്ങനെ നമ്മളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇനി ബോട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇന്ത്യൻസൊക്കെ കുറവായിരുന്നു കേട്ടോ നമ്മളുടെ കൂടെ, കൂടുതലും ഫോറിനേഴ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കയറി ഏകദേശം ഒരു 3/4 മണിക്കൂറാണ് ഫിഫി ഐലൻഡിലേക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഐലൻഡുകളുണ്ട്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള 4-5 ഐലൻഡുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബോട്ട് മൂവ് ആയിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോണത്. നല്ല പേടിയുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ, ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അങ്ങനെ എമിക്കുട്ടിക്ക് കയറിയപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളങ്ങടെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് കൂടുതലും ഓരോ സ്ഥലം കാണുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു ഐലൻഡ് ട്രിപ്പ് വന്നിട്ടുള്ളത് ഫുക്കറ്റ് മൈ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ കൂടെയാണ്. ഇത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഡയറക്റ്റ് അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടൊന്നുമല്ല. നമ്മൾ ഓൾറെഡി വന്നിട്ടുള്ളത് പാക്കേജിലാണല്ലോ. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അത് നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഏജൻസി ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല സർവീസ് തന്നെയായിരുന്നു കേട്ടോ അവരത്. അങ്ങനെ ഇതാ ഏകദേശം ഒരു 3/4 മണിക്കൂർക്കായപ്പോഴത്തേനും നമ്മളിതാ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഐലൻഡാണ് മായാബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ്. അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയം തൊട്ട് എന്ത് ഭംഗിയായി ഈ ഒരു പ്ലേസ് കാണാനായിട്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇറങ്ങും കേട്ടോ. ഇനി നമ്മളിതാ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെയുള്ള ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇതിലൂടെ വേണം നമ്മൾ മായാബേ കാണാനായിട്ട് പോകേണ്ടത്. ഏകദേശം ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് മായാബേ ബീച്ചിലോട്ട് നടക്കാനായിട്ട്. നമുക്കൊരു 40 മിനിറ്റ് ടൈം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് തിരിച്ച് ഈ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് എത്തണമെന്നും നമ്മുടെ ഗൈഡ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മായാബേ ബീച്ച് എന്ന് പറയുന്നത് ഒരുപാട് സീ റിസോഴ്സസ് ഉള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട്
ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ബോട്ടിങ് അവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ ഇറങ്ങിയിട്ടുള്ളത് ഈ മായാവേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ഈ മായാവേ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു ചെറിയ ഏരിയയിലൂടെ മായാവേ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭയങ്കര ക്രൗഡഡാണ് കേട്ടോ ഈ ഒരു ഏരിയ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. കാണാനായിട്ട് നമുക്ക് പോയി നോക്കാം. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റൂല കേട്ടോ. ജസ്റ്റ് നമുക്ക് കാലൊക്കെ നനയുന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. അല്ലാതെ കുളിക്കാനോ അതുപോലെ വെള്ളത്തിലേക്ക് അങ്ങനെ ഡയറക്റ്റ് ഡൈവ് ചെയ്യാനോ ഒന്നും നമുക്ക് അവിടെ പറ്റൂല. അവിടെ അങ്ങനെ ബേബി ഷാർക്കുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് നമ്മളുടെ ഗൈഡ് നമ്മോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല, കുളിക്കാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് സീ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം മായാബിയിലേക്ക് ടൂറിസ്റ്റുകൾ അങ്ങനെ വല്ലാതെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാത്തതെന്ന് തോന്നുന്നു. അങ്ങനെ ഏകദേശം ഒരു 800 മീറ്ററോളം നടന്ന് ഞങ്ങളിതാ മായാബേ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അവിടെ നല്ല ചൂടുണ്ട്. പക്ഷേ ഈ ഒരുപാട് മരങ്ങളും തണലൊക്കെ ഉണ്ടായതുകൊണ്ട് നടക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മളിതാ മായാബേ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ അവിടെ. പക്ഷേ സ്ട്രിക്റ്റ്ലി അവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെള്ളത്തിലോട്ട് അങ്ങനെ വല്ലാണ്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം അവരുടെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ഗൈഡും. ശരിക്കും വീഡിയോസിലൊക്കെ ഈ ഒരു പ്ലേസ് കാണുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്യൂറസ്റ്റ് ആയിട്ടുള്ള മണ്ണും ഇത്രയും ഭംഗിയുള്ളൊരു കടൽ തീരവും കാണുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് അതുപോലെ ഇങ്ങോട്ടും നടക്കണം. ഒന്നാമത് ചൂടാണ്, പിന്നെ കുട്ടിയുള്ളതുകൊണ്ട് തന്നെ ആളും ടയേർഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അത്രയും വെയിലാണല്ലോ. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗൈഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ആളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ബോട്ടിലെത്തി. ഞങ്ങളിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. നമുക്കിവിടെ ലോങ് ടൈൽ ബോട്ടിൻ്റെ സർവീസും അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. നമ്മുടെ ഈ സ്പീഡ് ബോട്ടുകളൊന്നും പോവാത്ത ഈ ഐലൻഡിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈൽ ബോട്ടിൻ്റെ സർവീസ് യൂസ് ചെയ്യാം. അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കൂടുതലും വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ളൊരു നല്ല നീളം കൂടിയിട്ടുള്ളൊരു തോണി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ പോണത് സ്നോർക്കിലിങ്ങിനാണ്. അതവർ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു. നമുക്കിനി ബോട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്കിനി സ്നോർക്കിലിങ്ങിനുള്ള ടൈമാണ്. അപ്പോൾ ലാലു ഇതാ സ്നോർക്കിലിംഗ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ബോട്ടിലുള്ള ഏകദേശം ആളുകളും പോയിട്ടുണ്ടായിരുന്നു. 1-2 ആളുകൾ മാത്രമാണ് കേട്ടോ പോവാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ ഇതാ ഈ ഒരു ഏരിയയിൽ സ്നോർക്കിലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും ദൂരോട്ടേക്ക് പോകാനായിട്ട് പാടില്ല. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കേട്ടോ സ്നോർക്കിലിംഗ് ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞിന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോണത്. നമ്മളിപ്പോൾ ഉള്ളത് ഫിഫി ഐലൻഡിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഏരിയയിലാണ്. നമ്മളിങ്ങനെ ബോട്ടൊക്കെ ഇറങ്ങി ഏകദേശം ഒരു 100 മീറ്ററോളം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ അതാ നമ്മളിവിടെ എത്തി. ആദ്യം കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. ആകെ മണലായിരുന്നു മേലൊക്കെ. അപ്പോൾ ബൊഫേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ എടുത്തിട്ട് നമ്മളിനി ഫുഡൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കനും റൈസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബോട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്കിനി ഒരു ഐലൻഡ് കൂടെ കാണാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കരിക്ക് കണ്ടപ്പോൾ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കരിക്കിന് നമ്മളെ നാട്ടിലത്തെ പോലെയല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു നല്ല മധുരം ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. എമ്മിക്കുട്ടിക്ക് ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ ഐസ്ക്രീം വാങ്ങി ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ടയേർഡാണ് ബോട്ടിൽ ഇരുന്നിട്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നടന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയേർഡാണ്. ഇവിടെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ടുണ്ട്. ഒരുപാട് റിസോർട്ടുകളും അതുപോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ടയേർഡ് ആയതുകൊണ്ട് തന്നെ എമിക്കുട്ടിയും തന്നെ അത്യാവശ്യം ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കൂടുതലും കറങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ബോട്ടിൽ കയറി. ഈ ഒരു സമയമായപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് മങ്കി ബീച്ചിലേക്കാണ്. പക്ഷെ നമ്മളവിടെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ആയതുകൊണ്ടാണോ എന്തോ അറിയില്ല, നമുക്കവിടെ ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി മങ്കീസിനൊക്കെ ഒന്ന് കണ്ടു. നമ്മളിനി നേരെ അവിടെ നിന്ന് ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് പോണത്. നമ്മൾ മാത്രമല്ല, നമ്മളെ ബാക്കിലായിട്ട് വന്നിട്ടുള്ള ബോട്ടിലുള്ള ആളുകളും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കുഞ്ഞ് ബീച്ച് പോലെ ഒരു ബീച്ച് സൈഡൊക്കെ അവിടെ കാണുന്നുണ്ട്. മേ ബി മഴ ആയതുകൊണ്ടായിരിക്കാം അവിടെ ഇറങ്ങാതെ ഇരുന്നത്. അങ്ങനെ ഇതാ നമ്മളിതിൻ്റെ നേരെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് കേട്ടോ പോണത്.
അങ്ങനെ ഞങ്ങളിതാ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഖായ് ബീച്ചിലെത്തിയിട്ടുണ്ട്. എമിക്കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേനും ഞങ്ങളിവിടെ എത്തി ഒരു തണ്ണിമത്തൻ്റെ ഒരു ഡ്രിങ്കൊക്കെ വാങ്ങി കുടിച്ചു. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1 hour ആണ് കേട്ടോ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എമിക്കുട്ടി നീറ്റപ്പോൾ ജസ്റ്റ് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടൊന്ന് കാലൊക്കെ നനപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഉറക്കത്തിൻ്റെ ഒരു മൂഡിലായതുകൊണ്ട് തന്നെ വലിയൊരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയും ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്, ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ടൈം ആയപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറിന് ശേഷം നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു 1 hour ഉണ്ട് നമുക്ക് തിരിച്ചെത്താണെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അതുപോലെ ഈ ഒരു സർവീസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഫുക്കറ്റ് മൈ ഹോളിഡേ എന്നാണ് കേട്ടോ ഈ ഒരു ഏജൻസിൻ്റെ പേര്. ഇവരുടെ ഈ ഒരു സർവീസിൽ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് മാത്രമല്ല, നമ്മൾ ഓരോ ഐലൻഡിൽ ഇറങ്ങി തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് കട്ട് ഫ്രൂട്ട്സും വെള്ളവും ജ്യൂസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈവനിങ്ങിൽ സ്നാക്സൊക്കെ ഇതിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി സർവീസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോട്ടിൽ കയറുന്ന സമയത്ത് അവർ ഫാമിലിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. 200 ബാത്ത് അങ്ങനെ എന്തെയാണ് ഒരു ഫ്രെയിമിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലാരിറ്റി പറ്റ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ പുറത്തെത്തിയപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ പേര് വിളിച്ചിട്ട് നമുക്ക് പോകാനായിട്ടുള്ള വണ്ടി നമ്പറൊക്കെ അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ വന്നിട്ടുള്ള വണ്ടി തന്നെയാണ് ഈവനിങ്ങിലും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രാവലർ പോലെ ഒരു വണ്ടിയാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. ഓരോ ഏരിയയിലേക്കുള്ള പല പല ഹോട്ടലുകളിലേക്കുള്ള ആളുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇറങ്ങാനായിട്ടുള്ളത് നമ്മളാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സമയം വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹെമിക്കുട്ടി കുറച്ചൊക്കെ ആക്റ്റീവായിരുന്നു കേട്ടോ. ആൾ കുറച്ച് സമയം ഉറങ്ങിയതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തു. കുളിച്ചൊന്ന് ഫ്രഷായി വീണ്ടും ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും നോക്കി പുറത്ത് പോയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മളുടെ ഹോട്ടലിൻ്റെ മുന്നിലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ലൈറ്റ് ഹൗസ് പോലെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുതിയതായിട്ട് എന്തോ സംഭവം അവർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തോ സംഭവം നോക്കാനായിട്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് ഒരുപാട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ്. നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പോയിട്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോണത്. ഇന്ന് എന്തെങ്കിലും ഒരു തായ് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഓർഡർ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു റൈസും അതുപോലെ ചിക്കനും ഓർഡർ ചെയ്തു. എമിക്കുട്ടിക്കൊരു ബർഗറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വന്നപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പിസയും കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മറ്റ് ഫുഡൊക്കെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണല്ലോ പിസ്സ ഓർഡർ ആക്കിയത്. അപ്പോൾ അത് കിട്ടാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾ എമിക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു. അങ്ങനെ എമിക്കുട്ടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ പിസയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ടയേർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വേഗം പോയിട്ട് കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാനിതാ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു തരാം. അതുവരേക്കും ബൈ.